ആണ്ടവത്ത് കാടും കാലഭൈരവനെ മുരുക ഭഗവാനെ രക്ഷ രക്ഷ. നമ്മുടെ ഈ സമൂഹം വിവിധ തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ഒട്ടേറെ വ്യക്തികളുണ്ട്. അപ്പം അവരുടെയൊക്കെ ഉള്ളിൽ പലതരത്തിലുള്ള സംശയങ്ങൾ വരാം. ഇപ്പം ഏതമ്പലത്തിൽ പോകണം, ഞാൻ ആരെ ഭജിക്കണം? അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി, ഒരു ഉപാസനാമൂർത്തി, ഇപ്പം ഞാൻ ദേവിയെ മനസ്സാൽ വരിച്ചിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഏതമ്പലത്തിൽ പോയാലും ദേവിയെ ഉപാസിച്ചിട്ടേ ഏതമ്പലത്തിലും പോവുകയുള്ളൂ. അപ്പം നമുക്കൊരു ഉപാസനാമൂർത്തി, നിങ്ങൾക്ക് ദേവിയെ ഭജിക്കാം, മുരുകനെ ഭജിക്കാം, ഗണപതി ഉപാസനമൂർത്തിയായിട്ട് എടുക്കാം, ശിവനെ ഉപാസനമൂർത്തിയായിട്ട് എടുക്കാം, വിഷ്ണുവിനെ ഉപാസനമൂർത്തിയായിട്ട് എടുക്കാം. അപ്പം ഏത് ഉപാസനമൂർത്തികളെയും ഭജിച്ചിട്ട് ഏതമ്പലത്തിലും പോകാം. പക്ഷേ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ കണ്ടകശനി, ഏഴരാണ്ട ശനി, ശനിദശ തുടങ്ങിയ അഷ്ടമത്തിലെ ശനിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ശിവക്ഷേത്ര ദർശനവും അയ്യപ്പ ക്ഷേത്രത്തിലെ ദർശനവും നടത്തിയാൽ വളരെയേറെ പുണ്യമാണ്. ആ പുണ്യം വഹിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ, ഇപ്പം 10 മാസം പ്രായമുള്ള ഒരു ഗർഭിണി, ആ ഗർഭിണി തലയിൽ ഒരു കുടം തൈലവും ഏന്തി എപ്രകാരമാണോ നടക്കുന്നത് അപ്രകാരം പ്രദക്ഷിണം ചെയ്യണമെന്നാണ്. ഓട്ടപ്രദക്ഷിണം പാടില്ല. അപ്പോൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ പോയിട്ട് മന്ത്രങ്ങൾ ഓരോന്നായിട്ട് ചൊല്ലി ഭഗവാനെ വിളിക്കുമ്പോൾ, തീർച്ചയായിട്ടും 10 വിളിക്കുമ്പോൾ ഒരു വിളിയെങ്കിലും ഭഗവാൻ കൃത്യമായിട്ട് നമ്മളെ സ്നേഹിക്കുക, സൗഹാർദ്ദത ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആ ഒരു പ്രാർത്ഥന അത് ചെയ്യണം. പിന്നെ അഷ്ടമത്തിലെ ഗുരു, 12ലെ ഗുരു, 6ലെ ഗുരു നിൽക്കുമ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നല്ലതാണെങ്കിലും പൊതുവേ പറഞ്ഞാൽ ഒരു പരദേവതാ സങ്കല്പമുണ്ട്. നമ്മുടെ കുടുംബ പരദേവതകൾ പണ്ടുകാലം മുതൽ കുടുംബത്തിലെ മാരണങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മുടെ കാരണവരായിട്ട് കൊണ്ട് വച്ചിരുന്ന ഈ പരദേവതകളെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രാമദേവതകൾ, ഗ്രാമത്തിലെ മാരണങ്ങളെല്ലാം മാറാൻ വേണ്ടി പഴയ കാലത്ത് ഗ്രാമത്തിലുള്ളവർ ഗ്രാമദേവതയായിട്ട് സങ്കല്പിച്ച് പല ദേവതമാരെയും വെച്ചിട്ടുണ്ട്. അപ്പം പരദേവതാ പ്രീത്യർത്ഥേ ഗ്രാമദേവതാ പ്രീത്യർത്ഥേ, പരദേവതകളെയും ഗ്രാമദേവതകളെയും കണ്ടിട്ട് വേണം മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്തേണ്ടത്. അപ്പോൾ ഏറ്റവും പുണ്യമായ കാര്യം ഒന്നാമതായി പറഞ്ഞാൽ നമുക്ക് പരദേവതാ സങ്കല്പമാണ്. ആ പരദേവതകളെ കുടുംബത്തിൽ വെച്ച് ആരാധിച്ചിരുന്ന പല മൂർത്തികളെയും ആരാധിച്ചിട്ട് വേണം ഗ്രാമത്തിലെ ദേവതമാരെ തൊഴാൻ. ഗ്രാമദേവതയും തൊഴുതിട്ട് വേണം മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് ദർശനം നടത്തേണ്ടത്. പിന്നെ ഒരു കാര്യം, ഒരു ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ, ഇപ്പോൾ എനിക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തണം. ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രീ പത്മനാഭനെ കാണുക. തൊട്ടടുത്ത് വേറെ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകരുത്. കാരണം ഞാൻ ആദ്യം കാണാൻ പോകുന്നത് സാക്ഷാൽ ശ്രീ പത്മനാഭനെയാണ്. ആ ശ്രീ പത്മനാഭനെ ദർശിച്ചിട്ട് ഞാൻ നേരെ എൻ്റെ ഗൃഹത്തിലേക്ക് വരുന്നതാണ് ഉചിതം. പിന്നെ അടുത്ത് നമ്മുടെ സുഹൃത്തുണ്ട് അല്ലെങ്കിൽ ചേച്ചിയുണ്ട്, താമസമുണ്ടെന്ന് പറഞ്ഞ് പത്മനാഭ ദർശനം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നാൽ നമ്മൾ ഭഗവാനിൽ നിന്ന് കൊണ്ടുവരുന്ന പുണ്യം അവിടേക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവനവൻ്റെ വീട്ടിലേക്ക് എത്തുന്നതാണ് ശുഭം. പിന്നെ ഈ നമ്മുടെ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ എല്ലാവരും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഓവുണ്ട്, ഓവിൽ നിന്ന് വരുന്ന തീർത്ഥം വാരിക്കോരി കുടിക്കും. അപ്പോൾ മഹാദേവൻ്റെ അല്ലെങ്കിൽ മറ്റ് ദേവന്മാരുടെ ക്ഷേത്രത്തിലെ ഓവിൽ നിന്ന് വരുന്ന ജലം ഒരു കാരണവശാലും നമ്മൾ കുടിക്കരുതെന്നേ പറയൂ. അതിൽ 1-2 കഥകളുണ്ട്. കാരണം ഈ ദേവന്റെ ഈ ഓവിൽ നിന്ന് വരുന്ന ജലം ചിലപ്പോൾ ഒരു പക്ഷേ ഓവിനകത്ത് പല തരത്തിലുള്ള ബാക്ടീരിയ, വൈറസൊക്കെ വന്നിരിക്കാൻ സാധ്യതകളുണ്ട്. ആ വൈറസും ബാക്ടീരിയ എല്ലാം ഈ ഓവിലൂടെ വരുന്ന വെള്ളത്തിൽ വരും. ആ വെള്ളം കുടിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ വയറിന് അസുഖങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഭഗവാനെ കാണുക, അല്ലെങ്കിൽ ഭഗവാന് തരുന്ന അമ്പലത്തിൽ നിന്ന് തരുന്ന, ക്ഷേത്രത്തിൽ തരുന്ന, പൂജാരി തരുന്ന തീർത്ഥം, അത് തുളസി തീർത്ഥമായിരിക്കും. തുളസി ഇട്ട് വെച്ചിരിക്കുന്ന തീർത്ഥമാണ്. ആ തീർത്ഥം കുടിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രസാദം, അതായത് സാദം തീർക്കുന്നതാണ് പ്രസാദം, ക്ഷീണം മാറ്റിത്തരും. അപ്പോൾ ഭഗവാന്റെ ചന്ദനക്കുറി അല്ലെങ്കിൽ ഭസ്മക്കുറിയൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ശക്തി
നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പം പ്രദക്ഷിണം ചെയ്യുമ്പോഴും നാമങ്ങൾ ജപിക്കുക, ഓവിൽ നിന്ന് വരുന്ന തീർത്ഥജലം കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് സത്യം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭഗവാന്റെ അതായത് മഹാദേവന്റെ മുന്നിലിരിക്കുന്ന നന്ദികേശന്റെ ചെവിയിൽ ചെന്ന് ആൾക്കാർ പറയും, അത് മാറി നിന്ന് പറഞ്ഞോ, അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറയുമ്പോൾ അയ്യോ എൻ്റെ മോളെ എങ്ങനെ നീറ്റിന് ജയിപ്പിക്കണേ, അല്ലെങ്കിൽ എൻ്റെ മോക്ക് കീമ് കിട്ടണേ, എൻ്റെ മോളെ ഡോക്ടറാക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് അഭ്യർത്ഥന നടത്താറുണ്ട്. അപ്പം നന്ദികേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് നന്ദികേശ്വരനെ മുന്നിൽ കണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. അല്ല ഭഗവാന്റെ ചെവിയിൽ ചെന്ന് പിടിക്കുമ്പോൾ അവിടെ അശുദ്ധി വരും. അതിൽ പലതരത്തിലുള്ള വേഷങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് വരും. ക്ഷേത്രത്തിൽ പോവുകയാണ് ഞാൻ. അപ്പം ഞാനൊരു ബസ്സിൽ കയറിയാണ് പോകുന്നത്. ബസ്സിൽ കയറി ഒരു തിക്കും തിരക്കുമുള്ള ബസ്സാണെങ്കിൽ ആ ബസ്സിൽ വരുന്ന എത്ര പേർക്ക് ശുദ്ധിയുണ്ട്? അശുദ്ധിയുള്ള എത്രയോ സ്ത്രീജനങ്ങൾ കാണാം. അവരെല്ലാം തൊട്ടും തൊടുക്കിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകുമ്പം നമുക്ക് തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിന് തന്നെ അശുദ്ധി വരാൻ സാധ്യത, നമ്മൾ അതറിയുന്നില്ല. അപ്പം അതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒന്നീ വീടിനടുത്താണെങ്കിൽ നടന്നുപോയി ഭഗവാനെ കാണുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിൽ പോയി ഭഗവാനെ ദർശിക്കുന്നത് നല്ലതാണ്. തിക്കും തിരക്കുമുള്ള ബസ്സിൽ പോയി ക്ഷേത്ര ദർശനം നടത്തിയാൽ ആ ബസ്സിനുള്ളിലെ എത്രയോ അശുദ്ധിയുള്ളവരുണ്ടായിരിക്കാം. ആ അശുദ്ധിയെല്ലാം ചിലപ്പോൾ മരണ വീട്ടിൽ പോയിട്ട് പോകുന്നവരായിരിക്കും ആ ബസ്സിലുള്ളത്. അവരെ തൊടുമ്പോൾ ആ അശുദ്ധി നമ്മളിലേക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വളരെ ശുദ്ധിയായിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്തിയത്. മുടി അഴിച്ചിട്ട് ഇങ്ങനെ ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ലെന്ന് പലരും മുടി അഴിച്ചിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു അമ്പലത്തിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് പറയുകയാണ്. പിന്നെ ഒരു നാണയമെടുത്ത് കൃത്യമായിട്ട് മുഖം 12 പ്രാവശ്യം ചുറ്റി ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. നാണയം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. ആ ലക്ഷ്മിയെ ഒരു കാരണവശാലും ചുറ്റി ക്ഷേത്ര കാണിക്ക വഞ്ചിയിലിട്ടാൽ നിങ്ങളുടെ ലക്ഷ്മി കൃത്യമായിട്ട് ഇറങ്ങിപ്പോവുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ ഒരു ദിവസം ഇന്ന ദിവസം ഓരോ ദിവസവും ഓരോ ദൈവങ്ങൾക്ക് പിന്നെ പ്രത്യേക ക്ഷേത്ര ദർശനം നടത്താമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ പറയും തിങ്കളാഴ്ച ശിവക്ഷേത്രം നടത്തണം, ചൊവ്വാഴ്ച ദേവീക്ഷേത്രത്തിൽ പോകണം, ബുധനാഴ്ച ഗണപതിയെ കാണണം, വ്യാഴാഴ്ച വിഷ്ണുവിനെ കാണണം, വെള്ളിയാഴ്ച ദേവിയെ കാണണം, ശനിയാഴ്ച അയ്യപ്പനെ കാണണം. ഞാൻ ചോദിച്ചിട്ട് ഈ പറയുന്ന ദൈവങ്ങളെല്ലാം അവിടെ ഇല്ലേ? എല്ലാ ദിവസവും അവിടെ ദൈവങ്ങളുണ്ട്. കൃത്യമായിട്ട് അവിടെ പോയി കൃത്യമായി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലമുണ്ട്. ഇപ്പോൾ വ്യാഴാഴ്ച ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കാണ്. യഥാർത്ഥത്തിൽ ഹനുമാന്റെ ദിവസം എന്നുള്ളത് ചൊവ്വയും ശനിയുമാണ്. ആ ദിവസങ്ങളിൽ ആളില്ല. അപ്പം തിരക്കില്ലാത്ത സമയത്ത് ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്യുമ്പോൾ മനസ്സിനൊരു ആത്മസംതൃപ്തി ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നെ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്താറുണ്ട്. വിളക്ക് കൊളുത്തുമ്പോൾ കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് വേണം വിളക്ക് കൊളുത്ത്. ഏകത്വം പാടില്ലെന്നാണ്. രണ്ടുപേരും കൂർപ്പിച്ചിങ്ങനെ വെച്ചിട്ട് വിളക്ക് കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പാടില്ല. വിളക്ക് കൊളുത്തുമ്പോൾ കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് കൊളുത്തണം. രാവിലെ കിഴക്ക് കൊളുത്തുക എന്ന് പറയുമ്പോൾ സൂര്യന് പ്രകാശം കൊടുക്കുന്നു, പിന്നീടാണ് പടിഞ്ഞാറ് കൊളുത്തുന്നത്. വൈകുന്നേരം പടിഞ്ഞാറ് കൊളുത്തിയിട്ട് വേണം കിഴക്ക് കൊളുത്താൻ. കാര്യം പടിഞ്ഞാറെന്നൊരു സങ്കല്പം സൂര്യാസ്തമയം, സൂര്യന്റെ പ്രകാശം നമ്മൾ വാങ്ങിക്കുന്നു, അത് രാവിലെ അദ്ദേഹത്തിന് തിരിച്ചു നൽകുന്നു എന്നൊരു ചൊല്ലും. പിന്നല്ലാതെ ശിവപാർവതി സങ്കല്പം, വിഷ്ണു ലക്ഷ്മി സങ്കല്പം, ബ്രഹ്മാ സരസ്വതി സങ്കല്പവും ഏകത്വമാണെങ്കിലും അവിടെ രണ്ടുപേരുടെയും സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഈ രണ്ട് തിരിയിട്ട് കിഴക്കും പടിഞ്ഞാറ് തിരിയിട്ട് കൊളുത്താൻ പറയുന്നത്. ആദ്യം സന്ധ്യയ്ക്കായാലും രാവിലെ ആയാലും വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് വെളിയിൽ ഒരു തീ കാണിച്ചതിന് ശേഷം, അത് മൂദേവി സങ്കല്പമാണ്, ജ്യേഷ്ഠാ ഭഗവതി. ജ്യേഷ്ഠാ ഭഗവതിക്ക് കൊളുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് കനിഷ്ഠാ ഭഗവതിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താവൂ എന്നുള്ളതാണ് ചൊല്ല്. അപ്പം അതുകൊണ്ട് സന്ധ്യാസമയത്ത് പഴയ കാലത്ത് കാരണവന്മാർ ചെയ്തിരുന്നത് സന്ധ്യാസമയമാകുമ്പോൾ വെളിയിലൊരു ചട്ടിയിൽ തീയിട്ട് കത്തിച്ചതിന് ശേഷമാണ് അകത്ത് വിളക്ക് കൊളുത്താറുള്ളത്. പിന്നെ നമ്മുടെ മരിച്ചുപോയി, മരിച്ചയാളിൻ്റെ ഫോട്ടോ വയ്ക്കേണ്ടത് ശരിക്കും വടക്കോട്ടാണ്. തെക്ക് ഭിത്തിയിൽ നിന്ന് വടക്കോട്ട് നോക്കി വയ്ക്കണം. അദ്ദേഹത്തിന് ചന്ദനത്തിരി കത്തിക്കുക, വിളക്ക് കൊളുത്തി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബൾബ് കത്തിച്ചിടുക, വലിയ ഹാരങ്ങൾ തൂക്കുക, വലിയ പട്ട് വാങ്ങിച്ച് പുതയ്ക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടുന്നു ഭഗവാനിലേക്ക്. പിന്നെ അവർ വിചാരിക്കും,
ഇവനൊക്കെ എന്നെ വീണ്ടും ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ ശ്രമിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ഒരു മാനസിക സംഘർഷം നമ്മുടെ പിതൃക്കൾക്കുണ്ടാകാം. ആ പിതൃക്കൾക്ക് മാനസിക സംഘർഷം വരാതിരിക്കാൻ വേണ്ടി എൻ്റെ അച്ഛനായാലും നിങ്ങളുടെ അച്ഛനായാലും എക്സ് ഓർ വൈ ഒരു കാരണവശാലും പൂവിട്ട് വിളക്ക് കൊളുത്താൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ പടം അല്ലെങ്കിൽ അമ്മയുടെ പടം വടക്കോട്ട് നോക്കി, അതായത് തെക്കുന്ന് വടക്കോട്ട് നോക്കി വയ്ക്കുമ്പോൾ വടക്ക് കുബേരനാണ്. കുബേരനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കുബേരനോട് നമ്മുടെ പിതൃക്കൾ പറയും, എൻ്റെ പിള്ളകൾ, എൻ്റെ കുട്ടികൾ, അവരെ ഒന്ന് രക്ഷിക്കണേ കുബേരസ്വാമി എന്ന് പറയുമ്പോൾ ആ കുബേരസ്വാമി നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഈ മരിച്ചുപോയ ആൾക്കാരുടെ പടം തെക്ക് നിന്ന് വടക്കോട്ട് നോക്കി വയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ ആചാര്യന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുടെ പിതൃക്കൾ അനുഷ്ഠിച്ചിരുന്ന കർമ്മങ്ങൾ എന്ന് തെറ്റിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ദുരാപത്തുകൾ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ദുരാപത്തുകളൊക്കെ മാറാൻ പ്രകൃതിയും മനുഷ്യനും ഈശ്വര ചൈതന്യവും ഏകീകരിച്ചു സമ്മേളിക്കുന്ന ഒരവസ്ഥയിലാണ് ജീവിതം മംഗളപൂർണമായി തീരുന്നതെന്ന് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക.